ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ഭഗ്നാശരാകാതെ നിരന്തരം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത ധ്യാനിക്കാം. വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലൂടെ ക്രിസ്തുനാഥൻ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ പാഠമെന്തെന്നോ, നാം പ്രാർത്ഥനയിൽ എപ്പോഴും സ്ഥിരതയുള്ളവരായിരിക്കണം. നിരന്തരം പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധ്യമാകണം. യേശു മനോഹരമായ ഒരു ഉപമയിലൂടെയാണ് പറയുക. ധനവാനായ മനുഷ്യന്റെ അരികിൽ അദ്ദേഹം ന്യായാധിപനായിരുന്നു. ആ ദേശത്തെ വിധവ നിരന്തരം വന്ന് പറയുമായിരുന്നു, എനിക്ക് നീതി നടപ്പാക്കി തരണമേ എന്ന്. ആദ്യമൊന്നും അദ്ദേഹം മനസ്സാകുന്നില്ല. ഒടുവിൽ അദ്ദേഹം ചിന്തിക്കുന്നു, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല. ഈ വിധവ നിരന്തരം എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടപ്പാക്കി കൊടുക്കും. നോക്കൂ, നീതിരഹിതനായിരുന്നിട്ടും ദൈവഭയമില്ലാത്ത മനുഷ്യനായിരുന്നിട്ടും അദ്ദേഹം വിധവയുടെ ആ നിരന്തരമായ നിർബന്ധത്തിന് വഴങ്ങി അവൾക്ക് വേണ്ടി നീതി നടപ്പാക്കി കൊടുക്കുന്നു. എന്നാൽ യേശു പറയുന്നു, തന്നെ രാവും പകലും വിളിച്ചപേക്ഷിക്കുന്നവർക്ക് എത്രയധികമായി അവിടുന്ന് വേഗം നീതി നടപ്പാക്കി കൊടുക്കും. അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നതിന് കാലതാമസം വരുത്തുകയില്ല. വലിയൊരു ഉറപ്പാണ് ക്രിസ്തു നമുക്ക് നൽകുക. നാം വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിന്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തന്നിൽ മാത്രം ശരണപ്പെട്ടുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഇഷ്ടങ്ങളും ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുമ്പോൾ തീർച്ചയായും സ്വർഗം അത് നമുക്ക് സാധ്യമാക്കി നൽകുക തന്നെ ചെയ്യും. നാം വിശ്വാസത്തിൽ ബലം കുറഞ്ഞു പോകുമ്പോഴാണ് ആവശ്യങ്ങൾ നടക്കാതെ വരുമ്പോൾ, നമ്മൾ ചോദിച്ചത് ലഭിച്ചില്ല എന്ന് വരുമ്പോൾ ഉടനെ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നത്. യഥാർത്ഥ വിശ്വാസത്തിന്റെ ബലം നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ അപ്രകാരം ചെയ്യുകയില്ല. ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയൊരു ദുരന്തം എന്തെന്നോ, ചോദിച്ചാൽ ഉടനെ ലഭിച്ചുകൊള്ളണം, ഇല്ലെങ്കിൽ അവർ പെട്ടെന്ന് ഭഗ്നാശരായി വിശ്വാസത്തിൽ നിന്ന്, ദേവാലയത്തിൽ നിന്ന്, കൂദാശയിൽ നിന്ന് ഉടനെ അകന്നു പോകുന്നു. അത് നമുക്ക് സാധ്യമാകാൻ പാടില്ലാത്ത, ഒരിക്കലും നാം ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്രവൃത്തിയാണ്. കാരണം എന്തെന്നോ, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു, നമ്മുടെ ആവശ്യം അറിയുന്നു. തീർച്ചയായും ദൈവത്തിന്റെ സമയത്തിൽ നമുക്ക് നന്മയായത് അവൻ നൽകുക തന്നെ ചെയ്യും. പ്രാർത്ഥിച്ച ശേഷം ദൈവഹിതം നിറവേറട്ടെ എന്ന് പറയുവാനും ദൈവത്തിന്റെ സമയത്തിന് അനുസൃതമായി കാത്തിരിക്കുവാനുള്ള ഒരു മനസ്സുകൂടി നമുക്ക് ആവശ്യമാണ്. വിശുദ്ധ ബൈബിളിലൂടെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവം തിരഞ്ഞെടുത്ത അനേക വ്യക്തികൾ ദൈവത്തിന്റെ സമയത്തോളം കാത്തിരുന്നപ്പോഴാണ് വലിയ പ്രത്യാശയുടെ അനുഗ്രഹം അവർക്ക് ലഭ്യമാകുന്നത്. നമുക്കും വിശ്വാസത്തോടെ കാത്തിരിക്കുവാൻ സാധ്യമാകുമ്പോൾ ദൈവം തക്ക സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുകയും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യും. വിശ്വാസത്തിന്റെ ബലക്കുറവുണ്ടായിരുന്ന ഇസ്രായേൽ ജനം ദൈവം നിരവധി അനുഗ്രഹങ്ങളും അടയാളങ്ങളും അത്ഭുതങ്ങളും അവർക്ക് വേണ്ടി ചെയ്തിട്ട് പോലും നിസ്സാരമായ കാര്യങ്ങളിൽ അവർ പിറുപിറുത്തു പോകുന്നു. ദൈവം പലപ്പോഴും വേദനയോടുകൂടിയാണ് പറയുക, ഈ ജനം ദൈവത്തിന്റെ സ്നേഹവും കരുതലും അനുഭവിച്ച ശേഷവും ദൈവത്തിന്റെ കൃപയിൽ നിന്ന് അകന്നു പോകുന്നു. അവർ ഹൃദയം കഠിനമാക്കി എന്നാ പറയുക. നാം അപ്രകാരമുള്ള അവസ്ഥയിലാകരുത്. ലാളിത്യത്തോടുകൂടി ദൈവത്തിന്റെ തിരുസന്നിധിയിലായിരിക്കുവാനും ആവശ്യങ്ങൾക്ക് വേണ്ടി എന്നതിനപ്പുറം ദൈവമാണ് എൻ്റെ സഹായം എന്ന് ഏറ്റുപറയുവാനും ദൈവത്തെ സ്വന്തമാക്കുവാൻ വേണ്ടി നമ്മൾ നിരന്തരം പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം കൂടുതൽ ബലമുള്ളതായി തീരുകയും നമ്മുടെ വിശ്വാസത്തിൽ കൂടുതൽ സ്ഥിരതയോടെ നിലനിൽക്കുവാൻ നമുക്ക് സാധ്യമാവുകയും ചെയ്യും. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.